DSERA നല്ല കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല പ്രേക്ഷകരുണ്ടായിരുന്നു, അതുപോലെ തന്നെ കിഡിലൻ തിയേറ്ററുമായിരുന്നു. ഇത് രണ്ടും സിനിമയെ ഗംഭീരമാക്കുന്നത് വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ ഇതുവരെയുള്ള ഇമേജ് ഒന്നാകെ രാഹുൽ സദാശിവൻ ഈ സിനിമ കൊണ്ട് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പ്രണവിന്റെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്, പക്ഷെ അതിനൊക്കെ മുകളിലാണ് രാഹുൽ സദാശിവന്റെ ഒരു മാജിക്കൽ ഫിലിം മേക്കിംഗ്. മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഹൊറർ പടം എന്ന് പറയാം. മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും മികച്ച 3 ഹൊറർ പടങ്ങളും രാഹുൽ സദാശിവന്റെ പേരിലാണ്. ഭൂതകാലമാണെങ്കിലും ഭ്രമയുഗമാണെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള DSERA ആണെങ്കിലും ഗംഭീരം. ഭ്രമയുഗത്തിന് ശേഷം വരുന്ന സിനിമ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയിലാണ് തിയേറ്ററിലേക്ക് പോയത്. ആ ഒരു പ്രതീക്ഷ അതുപോലെ നിലനിർത്തിയിട്ടുള്ള സിനിമ കൂടിയാണ് DSERA. വേണമെങ്കിൽ ഒരു പടിക്ക് മുകളിൽ തന്നു എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഹൊറർ പാറ്റേണിലുള്ള പരിപാടികളേ അല്ല. കാരണം നമ്മൾ പൊതുവെ കാണല് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടോ അതല്ലെങ്കിൽ എന്താ പറയാ ഒരു യക്ഷി, അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പരിപാടി, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. എന്നാൽ ഇതിനകത്ത് അങ്ങനെയല്ല. കാരണം ഇതിൽ പൊതുവെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റ്. അതിൽ നമുക്ക് അങ്ങനെ ലോജിക്കലി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തോന്നില്ല. കാരണം അത്രയേറെ കണക്ട് ചെയ്ത് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കിഡിലൻ ടെക്നിക്കൽ ടീമുണ്ട്. എസ്പെഷ്യലി ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ആണ്. അതിൽ തന്നെ എൻഡ് ക്രെഡിറ്റ്സ് വരുമ്പോൾ ഒരു പരിപാടി ഗംഭീരമാണ്. ദെൻ സിനിമയുടെ പല സീനുകളും ലിഫ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റോയുടെ മ്യൂസിക് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈൻ, അതുപോലെ എഡിറ്റിംഗ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം ഗംഭീരമാണ്. സിനിമയെ ഏറ്റവും ഗംഭീരമാക്കാൻ സഹായിച്ചിട്ടുള്ള പരിപാടികൾ കൂടെയാണിത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ തന്നെയാണ് ഷോ സ്റ്റീലർ. കാരണം പുള്ളിയെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള നല്ല അസാധ്യ പെർഫോമൻസ് ആണ് പുള്ളി നടത്തിയിരിക്കുന്നത്. അതിൽ എസ്പെഷ്യലി ഇതിനകത്ത് കുറെ സൈലന്റ് സീനുകളുണ്ട്, അതുപോലെ തന്നെ ക്ലോസ് അപ്പ് ഷോട്ട്സ്, അതിലെല്ലാം പുള്ളി വളരെ സട്ടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തെ പ്രകടനത്തിൽ പുള്ളി അത്രയേറെ അഭിനന്ദിക്കാനും കാരണം. ഗംഭീരമായി പുള്ളി ചെയ്തു. അത് ആ ഒരു രീതിക്ക് സ്ക്രീനിൽ കാണാനുമുണ്ട്. കയ്യടി നേടുന്ന മറ്റൊരു പ്രകടനം ജിബിൻ ഗോപിനാഥിന്റേതാണ്. ഗംഭീരം. പുള്ളി നോട്ടം കൊണ്ടൊക്കെ ഞെട്ടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാൽ കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും സീനുള്ളത് പുള്ളിക്കാണ്. പുള്ളി അതെല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് അരുണാണ്. പുള്ളിക്ക് ഒരു ടെറസ് സീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കിഡുവായി വന്നിട്ടുണ്ട്. സിനിമയിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സീനിൽ ഒന്നാണത്. പുള്ളിയുടെ മറ്റു സീനുകളിലെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. പിന്നെയുള്ളത് ജയാക്കുറുപ്പാണ്. ക്ലൈമാക്സിൽ പുള്ളിക്കാരുടെ ഒരു പരിപാടി ഉണ്ട്. ഡെഫിനറ്റ്ലി ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പുള്ളിക്കാരെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആകത്തുകയിൽ പെർഫോമൻസിനും എല്ലാവരും ഗംഭീരമാണ്. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സായി ഡെവലപ്പ് ചെയ്യുന്നത് തോന്നുന്നുണ്ട് രാഹുൽ സദാശിവൻ. കാരണം ഇതിന്റെ അവസാന ഭാഗത്ത് അങ്ങനെ ഒരു രംഗമുണ്ട്. കൂടുതൽ പറയുന്നില്ല, അത് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയുക. ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടിട്ടുള്ളത് കോഴിക്കോട് പാലക്സി തിയേറ്ററിലാണ്. 9:30 ഷോയാണ് കണ്ടത്. ഗംഭീര ഓഡിയൻസ് ആയിരുന്നു. കാരണം ഈ സിനിമയിലെ പല രംഗങ്ങളും നന്നായി ആസ്വദിക്കാൻ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഈ ഓഡിയൻസ് ആണ്. കാരണം ഒരുപാട് സീനുകളിൽ നല്ല സൈലൻസ് ഉണ്ട്. ആ സീനുകളിലൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസുമാണ്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസ് വേണം. അതുപോലെ ടെക്നിക്കലി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിയേറ്ററും ആവണം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു സംശയവുമില്ല, തിയേറ്ററിൽ മിസ് ചെയ്യരുത്. മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഹൊറർ ത്രില്ലറുകളിൽ ഒന്നാണ്. നിർബന്ധമായിട്ടും കാണുക.